എന്തെല്ലാം പ്രാക്ടീസ് നടത്തിയാലും ഏതെല്ലാം രീതിയിൽ നിങ്ങളെ കൊണ്ടുപോകാൻ നോക്കിയാലും ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തി ബലം പിടിച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മോട്ടിവേഷൻ കേൾക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാക്ടീസിൻ്റെ പുറകെയാണ് നിങ്ങൾ ഓടി നടക്കുന്നതെങ്കിൽ എത്ര വർഷം 5 വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാലും നിങ്ങളുടെ ബലം പിടുത്തം നിങ്ങൾ ലൂസാക്കേണ്ടി വരും. ബലം പിടുത്തം നിങ്ങൾ ലൂസാക്കുമ്പം നിങ്ങൾ ഇതുവരെ മുറുക്കി പിടിച്ചതൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പം നിങ്ങൾ ഇത്രയും കാലം പണിയെടുത്തത് മുഴുവൻ അവിടെ ഒരു തുള്ളി പോലും കാണാനുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഏതവസ്ഥയിൽ നിന്നാണോ ഇതെല്ലാം തുടങ്ങിയത് അതേ അവസ്ഥ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരികയും നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റക്കാരനാക്കുകയും ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് പിന്നെ ആ കുറ്റബോധം പേറി ജീവിക്കേണ്ട ഗതികേടും വരും. അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്നതിലൂടെ മാത്രമേ ജീവിതത്തിൽ തുടർച്ച കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് വല്ല വെക്കേഷന് വേണ്ടിയിട്ട് ലൊക്കേഷൻ മാറുന്നത് പോലെ ഇരിക്കും. ദെൻ you have to come back to the reality. There is no other option. അപ്പോൾ always be aware. Always be aware how you handling yourself. Are you handling yourself with care? Then it will work. അല്ലാതെ കോൺസെൻട്രേഷൻ, ആന, മാങ്ങ, സ്പിരിച്വാലിറ്റി ഒന്നും നടക്കാൻ പോണില്ല. നിങ്ങൾ നടക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ then it will work beautifully. ഇത് ചില ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ ചില ഭാര്യമാർക്കുള്ളൊരു സംഭവം. ഇപ്പോൾ നിങ്ങളുടെ ഭാര്യ ചിലപ്പോൾ നിങ്ങളോട് പറയും, എനിക്ക് നിങ്ങളുമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് പറയും, ഇസ്ലാമിന് നിരക്കുന്ന രീതിയിലേ ഞാൻ നീയുമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടുള്ളൂ, അല്ലെങ്കിൽ അതിന് എൻ്റേതായിട്ടുള്ള കുറേ രീതികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ ഭാര്യമാരാണ് അധികം പറയുന്നത്, എനിക്ക് പറ്റൂല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ചെയ്തോ. ഭർത്താക്കന്മാർ പിന്നെ അത് പറയാൻ സാധ്യത കുറവാണ്, എന്നാലും പറയുന്നവരുണ്ടാവും. ഈ രണ്ട് കേസിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഇവർ നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ അതിന് മാത്രം സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിന് മാത്രം നമ്മളെ അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ പോവില്ല എന്നുള്ള ഭാഗം. അപ്പോൾ ഇതങ്ങോട്ട് പറയുമ്പം നമ്മളെ റിജക്റ്റ് ചെയ്തെന്ന് ഈ ഭാര്യയ്ക്കും ഭർത്താവിനും തോന്നിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ ഭയങ്കരമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അവിടെ ബേസ് വരും. ബേസിൽ ഈ പറയുന്ന ദേഷ്യവും വാശി വരും. അങ്ങനെ നിങ്ങളിനി പുറത്തെവിടെയെങ്കിലും പോയി പരിപാടി വെച്ചാലും ഒരു ചുക്കും കിട്ടാനുമില്ല, തലവേദന മാത്രമേ ആവാൻ പോകുന്നുള്ളൂ. പക്ഷേ ഈ പുറത്ത് പോയിക്കോ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഈ ആൾ ഇങ്ങനെ പറയുമ്പം നിങ്ങൾക്ക് കൂട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പുറകിൽ പിന്നെ വേറെ പുതിയ കർമ്മങ്ങളൊന്നും നിങ്ങൾ ഉണ്ടാക്കണില്ല. നിങ്ങൾ സമാധാനത്തിലിരുന്നാൽ മതി. ഇവരിങ്ങനൊരു തീരുമാനം എടുക്കാനുള്ള കാരണം ഇവരുടെ ബോഡിയിൽ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഇവർ വളർന്നു വന്ന ചില സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം ഇവരെടുക്കുന്നത്. കാരണം നന്നായിട്ട് പരിപാടി വെച്ച് പോണ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് ഇത് വേണ്ടെന്ന് പറയാനല്ല. പരിപാടി നടക്കണമെങ്കിൽ അത് രണ്ടുപേരും അതിൻ്റേതായ രീതിയിലേക്ക് വരുമ്പം സംഭവിക്കേണ്ട കാര്യമാണ്. തീരുമാനം എടുത്ത് ചെയ്യേണ്ട കാര്യമല്ല. തീരുമാനം എടുത്ത് നടപ്പിലാക്കാൻ നോക്കണമെങ്കിൽ അടുത്ത ആളെ പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിൽ കിട്ടിയെന്നുള്ളത് കൊണ്ടാണ് തീരുമാനം നടപ്പിലാക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആരാണോ ഈ അവിടെ ഇരയായിട്ട് മാറുന്നത് അവിടെ സമാധാനത്തിലിരിക്കുക. ഇരുന്ന് പോകുമ്പം നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി നിങ്ങളിൽ ബിൽഡായിട്ട് വരും. കുറച്ച് കഴിയുമ്പം ഈ തീരുമാനം എടുത്ത ആൾ ഇവരുടെ പ്രോബ്ലത്തിൽ നിന്നാണ് ഈ തീരുമാനം എടുത്തതെങ്കിൽ കുറച്ച് കഴിയുമ്പം ഈ ആളുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും ഈ ഭർത്താവിനോ ഭാര്യക്കോ കുറഞ്ഞു വരുമ്പം ഈ തീരുമാനം എടുത്ത ആൾ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോഴും നമ്മളെ സംബന്ധിച്ച് ഞാനൊന്നും ചെയ്യണില്ല എന്നുള്ള ആ ഒരു ഉറപ്പ് നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇനി അവർ വന്ന് അടിയും വഴക്കൊക്കെ ഉണ്ടാക്കി പോട്ടെ, അപ്പോൾ അവർക്ക് അവരെ കാണാനുള്ളൊരവസരമാണ്. നമ്മളിരിക്കുന്നിടത്ത് ആ സ്റ്റെബിലിറ്റിയിൽ വീണ്ടും നമ്മളിരിക്കുമ്പോൾ അവിടെ നമ്മുടെ കുടുംബം തെളിഞ്ഞ് വരും. അതാണ് യഥാർത്ഥ കുടുംബം. നിങ്ങൾക്ക് ഈ ലോകത്ത് എങ്ങനെ ജീവിക്കാനുള്ള
ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം ഒരു സീറോയിൽ നിന്നാണെങ്കിൽ അതിൽ പിന്നെ ഗിൽട്ടോ റിഗ്രറ്റോ ഒന്നുമില്ല. മറിച്ച് അത് ആരോടെങ്കിലും ഞാനൊരു കാര്യം ചെയ്യുന്നത് ചെറുപ്പം തൊട്ട് എനിക്ക് സാധിക്കാത്തത് കൊണ്ട് ആ സാധിക്കാത്ത അവസ്ഥയിൽ നിന്ന് ഞാൻ സാധിപ്പിക്കാനാണ് നോക്കുന്നതെങ്കിൽ ഒരു കാലത്തും ഈ സീറോ കയ്യിൽ കിട്ടാൻ പോണില്ല. മറിച്ച് ഞാൻ സമാധാനത്തിലിരുന്ന് കൊണ്ട് എല്ലാ കാര്യങ്ങളും, കാരണം ഞാനായിട്ടിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ചൈതന്യത്തെ ഞാൻ പൂർണ്ണമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ആ അനുഭവത്തിൽ ഇരുന്ന് കൊണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും അവിടെ പിന്നെ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധയാണുള്ളത്. ഈ അനുഭവം കയ്യിലില്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധയ്ക്ക് പകരം ചെയ്തിട്ട് കിട്ടാൻ പോണ റിസൾട്ടിലേക്കുള്ള ഒരു റെക്ലെസ് ഡ്രൈവിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വണ്ടി പോയി ഇടിക്കും. ഇനി ഇടിക്കാതെ അത് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെയും അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം ഈ അനുഭവത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ആവശ്യം. ആ ആവശ്യം കൃത്യമായിട്ട് നിറവേറിയാലേ അവൻ്റെ ആഗ്രഹങ്ങൾ നടക്കുള്ളൂ. കാരണം ഇതാണ് ബേസായിട്ടുള്ള ആഗ്രഹം. ഈ ബേസിൽ കുറേ കുറ്റബോധവും പ്രശ്നങ്ങളും വാശിയും വഴക്കൊക്കെ ആണെങ്കിൽ പിന്നെ എന്തെല്ലാം തേടി പിടിച്ചാലും ഈ പറയുന്ന ബേസ് കട്ട് ഓഫ് ചെയ്യാതെ ഇതൊന്നും അനുഭവിക്കാൻ പോണില്ല. സോ ഓൾവേസ് ബി ക്ലിയർ, യുവർ ബേസ് ഈസ് സീറോ or your base is nothingness, not the traumas or മറ്റുള്ളവർ നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട എന്തോ ആണെന്നുള്ള ഭാഗത്തിരുന്ന് കഴിഞ്ഞാൽ ഒരു കാലത്ത് ഈ ഓട്ടം തീരാൻ പോണില്ല. ഇറ്റ്സ് ലൈക്ക് പീപ്പിൾ ലിവിങ് മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ and they are dying with the same. There is no transformation into human. There is no humanity for them, so they have to die. വളരെ സിമ്പിളാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഈ പറയുന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണോ, മരണത്തെ ട്രാൻസ്ഫോം ചെയ്യണോ എങ്കിൽ ഇത് മാത്രമേ വഴിയുള്ളൂ. വളരെ സിമ്പിളാണ്. ഓക്കെ ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ബയോളജിക്കൽ ഫാമിലിയുമായിട്ടുള്ള കണക്ഷൻ ഇപ്പോൾ ഇല്ല. കാരണം എന്താ വെച്ചാൽ ആ ബയോളജിക്കൽ ഫാമിലി അങ്ങനെ ആയി വരാൻ വേണ്ടിയിട്ട് അവരും ഒന്നും ചെയ്തിട്ടില്ല, ഞാനും ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു തോന്നലിൻ്റെ പുറത്ത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പം അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കാരണം അതൊരു ഫാമിലി എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചു, ഓക്കെ, ആ ദൈവത്തിനെ നമ്മൾ ആരാധിക്കുക. എന്നിട്ട് കുറേ ആൾക്കാർ പള്ളിയിൽ പോണ്, കുറേ ആൾക്കാർ അമ്പലത്തിൽ പോണ്, കുറേ ആൾക്കാർ നിസ്കരിക്കണ്, അല്ലെങ്കിൽ കുറേ ഗുരുവിൻ്റെ അടുത്തേക്ക് പോണ്. പക്ഷെ ആരും തമ്മിൽ ഒരു കണക്ഷൻ കിട്ടണില്ല. അപ്പോൾ ഈ കാര്യം ഡിസ്കഷനിൽ വന്ന് അങ്ങനെ അമ്മയോടും അച്ഛനോടും നമുക്കിങ്ങനെ ദൈവത്തിൻ്റെ ഒക്കെ ആവശ്യമുണ്ടാ, നമുക്ക് നമ്മൾ പോരെ, അതായത് നമ്മളിങ്ങനെ രൂപം കൊള്ളാനുള്ളൊരു കാരണം നമ്മളിൽ തന്നെ ഇല്ലേ. അപ്പം ഇങ്ങനെ കുറേ ഡിസ്കഷൻ വന്നപ്പം അത് നടക്കില്ല. നമുക്ക് ഗുരുവാണ് വേണ്ടത്. കുരു പൊട്ടണമെങ്കിൽ ഗുരു വേണം, ഓക്കെ. അപ്പോൾ ഞാൻ പിന്നെ അവരോട് പറയുന്ന ഭാഗത്ത് എനിക്ക് കുറച്ച് സ്ട്രെസ്സ് ഒക്കെ ഞാൻ കണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഇല്ല, അവർക്ക് ഗുരു വേണം, അതുകൊണ്ട് അവരിപ്പം ഗുരുവിൻ്റെ കൂടെ ഇരിക്കട്ടെ. പിന്നെ അടുത്ത് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, അവരും ഇതുപോലെ തന്നെ ഇങ്ങനെ ഗുരു, കുറച്ച് സമൂഹം, ദൈവം, കുറച്ച് സാധനങ്ങളൊക്കെ വന്നപ്പോൾ അവളോടും പറഞ്ഞു റെസ്റ്റ് എടുക്ക്, കാരണം എനിക്ക് പറ്റണില്ല, എന്നോട് താടി ഇങ്ങനെ വെക്കരുത്, മുടി ഇങ്ങനെ വെക്കരുത്, തല ഇങ്ങനെ വെക്കരുത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വേറെയുള്ളവർ പറയുമ്പം അതെന്തിനാണ് പറയുന്നത്? ഓക്കെ, ഇപ്പം എൻ്റെ മുടി മറ്റൊരാൾക്ക് ശല്യമാവുന്നുണ്ടെങ്കിൽ അത് ഞാൻ മാനേജ് ചെയ്യുന്നൊരു ഭാഗമുണ്ട്. പക്ഷെ ഇതൊന്നുമില്ലാതെ ഇവർക്ക് പോലും അറിയില്ല ഇവരെന്തിനാണ് കുറേ കാര്യങ്ങൾ സംസാരിക്കണത്. ഓൺലി ദേ ആർ ടോക്കിംഗ് ബിക്കോസ് ദേ നോ ദാറ്റ്സ് ദ ബയോളജിക്കൽ ഫാമിലി ഈസ് എവറിത്തിങ്. അല്ലാതെ അതെന്തുകൊണ്ടാണ് അത് എവറിത്തിങ് ആയതെന്നുള്ള ഭാഗം ഒരു ക്ലാരിറ്റി ആർക്കും ഇല്ല. അപ്പോൾ അവരാ ബയോളജിക്കൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവർ സഫർ ചെയ്യാണ് ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നും ചെയ്യണില്ല.
അപ്പോൾ എന്നെ സംബന്ധിച്ച് ബയോളജിക്കൽ ഫാമിലിക്ക് സഫർ ചെയ്താലും എൻ്റെ ബയോളജി കംപ്ലീറ്റ് ഡിസ്റപ്റ്റ് ആവുകയാണ്. സഫർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം നമുക്ക് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്, നിങ്ങൾക്ക് മനസ്സിലാവേണ്ട തന്നെ എനിക്ക് മനസ്സിലാവേണ്ടത്. അല്ലാതെ രണ്ട് കൂട്ടർക്കും മനസ്സിലാവാത്തൊരു ദൈവത്തിനെ പറ്റി നമ്മൾ അന്വേഷിക്കാൻ പോകേണ്ട ഒരു റിക്വയർമെൻറ്റ് പോലും നമുക്കില്ല. നമ്മൾ അന്വേഷിക്കേണ്ടതും പരസ്പരം സഹകരിക്കേണ്ടതും നമ്മളൊരുമിച്ചാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വന്നപ്പം ബയോളജിക്കൽ ഫാമിലി എവിടെയാണുള്ളത് അവരവിടെ നന്നായിട്ടിരിക്കുന്നുണ്ട്. കണക്ഷൻസൊക്കെ ഉണ്ട്, ബട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. സോ റിയലായിട്ടുള്ള ഫാമിലിയായിട്ട് അപ്പോൾ ബന്ധം വെച്ചാൽ നമ്മൾ ഒന്നും ആഗ്രഹിക്കാതെ ഇരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയോളം നമ്മൾ വളരണം. കാരണം നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് സംഭവിക്കും. അത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ 100% അത് സംഭവിക്കും. പിന്നെ ഈ സംഭവിച്ചു കാരണം നിങ്ങൾ വെറുതെ അങ്ങോട്ട് ആഗ്രഹിക്കാവോ എനിക്ക് ഇന്നൊരു സാധനം വേണം അല്ലെങ്കിൽ ഈ ഒരു സാധനം വേണം. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷന് മാച്ചിങ് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച രൂപത്തിലുള്ള സാധനങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കാൻ പോണത്. അല്ലാത്ത സമയത്ത് നിങ്ങൾ പലതും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾ ഇതുകൊണ്ട് തന്നെ ലോക്കായിട്ട് കിടക്കുക. നിങ്ങൾക്ക് ശ്വാസം മുട്ടിയിരിക്കുകയാണ്. ഇത് നിങ്ങൾ അറിയണില്ല. അതുകൊണ്ട് നമ്മുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ആഗ്രഹിക്കാതിരിക്കുക. കാരണം ആഗ്രഹിച്ചാൽ അത് സംഭവിക്കും. സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് എഫേർട്ട് അവിടെ ഉണ്ട്. ഈ എഫേർട്ട് എടുത്ത് കഴിയുമ്പം കുറച്ച് കഴിഞ്ഞ് ഈ ആഗ്രഹിച്ച സംഭവം നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളിൽ തന്നെ വെറുപ്പും ക്ഷീണവും എല്ലാം ഉണ്ടാക്കും, ദേഷ്യമൊക്കെ ഉണ്ടാക്കും. മറിച്ച് നമ്മൾ ഒന്നും ആഗ്രഹിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് നമ്മളെങ്ങനെ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും എന്തിൻ്റെയൊക്കെ പുറകെ പോയി നോക്ക്. വെറുതെ ജസ്റ്റ് ഒന്നിരുന്ന് ഒബ്സർവ് ചെയ്ത് നോക്ക്. ഇത്രയും കാലം നിങ്ങൾ ആഗ്രഹിച്ച് നേടിയ മുഴുവൻ സംഭവം നിങ്ങളെ ടയേർഡാക്കാൻ വേണ്ടി മാത്രമേ ഉപകരിച്ചിട്ടുള്ളൂ അല്ലേ? എന്നിട്ട് പിന്നെയും ആഗ്രഹിക്കാൻ മാത്രം അറിയണ ഒരാളായതുകൊണ്ട് മാത്രം നിങ്ങൾ വീണ്ടും ആഗ്രഹിച്ച് പണി മേടിച്ചുകൊണ്ടിരിക്കണം. ഇനി ഒന്നും ആഗ്രഹിക്കാതിരുന്നേ, എന്നിട്ട് അവിടെ നിങ്ങൾ ജീവനോടുള്ള അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുത്തേ. അപ്പോൾ അവിടെ എഫേർട്ട്ലെസ് ആയിട്ട് എന്നിട്ട് അവിടെ വേണമെങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചോ. ഇനി ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അപകടമില്ല. മനസ്സിലായ? മറ്റേതെന്ന് പറഞ്ഞാൽ അറിയാതെ അപകടത്തിൽ പോയി പേടും. ഇത് അപകടം എന്ന് പറയുന്ന സാധനമേ ഇല്ല. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് സോ വണ്ടർഫുൾ. അതിൽ നമ്മൾ മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ചിത്രം വേണം അല്ലേ, അല്ലെങ്കിൽ നമുക്കൊരു വീഡിയോ വേണം, നമുക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വേണം. കാരണം നമ്മുടെ മൈൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരം ഉണർന്നു വരുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഏതൊരു വ്യക്തിയോട് ബന്ധം സ്ഥാപിക്കുമ്പോഴും കുറച്ച് കഴിയുമ്പം ഇവർ പറയുമ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, അവരും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ആ ബന്ധത്തിനെ ഇവർ സൈലൻസ് ആക്കും, അല്ലെങ്കിൽ ആ ബന്ധത്തിനെ ഇവർ കട്ട് ഓഫ് ചെയ്തിട്ട് ഈ പിന്നെ ഡിവോഴ്സ് ചെയ്ത ഭാര്യയും ഭർത്താവിൻ്റെയും വീട്ടുകാരുണ്ടല്ലോ, അവർ അപ്പുറത്തുള്ള ആൾക്കാരെ കുറ്റം പറയും, ഇവരിപ്പുറത്തുള്ള ആൾക്കാരെ കുറ്റം പറയും. ഓക്കെ, അങ്ങനെ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറ്റം പറയും, ഭർത്താവ് ഭാര്യയുടെ വീട്ടുകാരെ കുറ്റം പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ എല്ലാ ബന്ധത്തിലും ഇവർ ക്രിയേറ്റ് ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? കാരണം ഇവരുടെ ശരീരത്തിൽ ഭയങ്കര ക്ഷീണമാണ്. അതുകൊണ്ട് ഇൻട്രാക്ട് ചെയ്ത് അസോസിയേറ്റ് ചെയ്ത് പോകണമെങ്കിൽ അവിടെ ബോഡി അത്രയും വിജിലൻ്റ് ആയിരിക്കണം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഒന്നുകിൽ ഇവരെ കല്യാണം കഴിച്ച് സ്വന്തമാക്കാൻ നോക്കും, അല്ലെങ്കിൽ ഇവർക്ക് വല്ല ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഇവരെ ആ ബന്ധം തെറ്റിക്കഴിഞ്ഞതിന് ശേഷം അവരിങ്ങനെയൊക്കെ എന്നോട് ചെയ്തു എന്നും പറഞ്ഞിട്ട് ആ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടല്ലോ, ആ മാസ്റ്റർബേഷൻ മൈൻഡിൽ നമ്മൾ ചിത്രങ്ങൾ ഓർത്തെടുത്ത് മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് പോലെ സ്വന്തം ജീവിതം ഇവരൊരു മാസ്റ്റർബേഷൻ ലൈഫാക്കി മാറ്റും. എല്ലാവരും ഇവരോട് ദുരിതം ചെയ്തവരാവും. അപ്പോൾ ആ ദുരിതം ചെയ്ത ഫീൽ ഇവരുടെ ബോഡിയിൽ ഒരു വെറ്റ്നെസ് ആയിട്ട്, ഒരു സങ്കടമായിട്ട് ഇങ്ങനെ കിടക്കും. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇവർ ജീവിക്കും. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. കാരണം ബന്ധം കട്ട് ഓഫായി, അവൻ എന്നോട് അങ്ങനെ ചെയ്ത്, അവനിപ്പം വിളിച്ചാൽ ഫോൺ എടുക്കണില്ല. ഇതൊക്കെ ഇവൻ തീരുമാനിച്ച് ഇവൻ കറക്റ്റായിട്ട് ഇവൻ്റെ ബോഡിയിൽ കയറ്റി വെച്ചിട്ടുണ്ടാവും. കാരണം എന്നാൽ മാത്രമേ ഇവന് ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന സുഖത്തിൻ്റെ പുറകെ പോകാൻ പറ്റുള്ളൂ. കഷ്ടപ്പാടില്ലെങ്കിൽ ആരെങ്കിലും സുഖത്തിൻ്റെ പുറകെ പോവോ? ഇല്ല. ഇനി ഇത് തന്നെയാണ് മാതാപിതാക്കൾ മക്കളോടും ചെയ്യുന്നത്.
വലിയ വലിയ കോഴ്സുകൾ, വലിയ വലിയ വണ്ടികൾ മേടിച്ചു കൊടുക്കുന്നത്, അവർക്ക് വേണ്ട ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് കൂടെ സഹകരിക്കാൻ പറ്റണില്ല. കാരണം അവരെ സ്കൂളിലും അവിടെ ഇവിടെയൊക്കെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അത്രയും സമയം ഇവരെ ശ്രദ്ധിക്കേണ്ട ഭാഗമില്ല. അപ്പോൾ ഈ പറഞ്ഞ മാസ്റ്റർബേഷൻ മൈൻഡിൻ്റെ തന്നെ മാനിഫെസ്റ്റേഷനാണ് ഈ സ്കൂള്, കോഴ്സ്, ഡോക്ടർ, അത് ഇത് എല്ലാം. അല്ലെങ്കിൽ നമ്മൾ പരസ്പരം ഒരുമിച്ച് പോവുക ചെയ്യുക. കാരണം ഈ പാർക്കുകളൊക്കെ കണ്ടില്ലേ? കാരണം കുട്ടികളെ ആ ഒരു ലിമിറ്റേഷൻ്റെ ഉള്ളിൽ മാത്രമേ മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മാതാപിതാക്കൾ ടയേർഡാവും. കാരണം കുട്ടികൾ എപ്പോഴും ആക്റ്റീവാണല്ലോ. അങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുന്ന കുട്ടിനെയാണ് ഇവർ നശിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തു മാസ്റ്റർബേഷൻ മൈൻഡിൻ്റെ കാര്യം. അപ്പോൾ അതിലൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് മുഴുവൻ ഈ തരത്തിൽ നിങ്ങളിലൊരു സ്റ്റിമുലേഷൻ ഉണ്ടാക്കിയെടുക്കാനാണ്. ആ ഒരു സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡിൻ്റെ മാത്രം സ്റ്റിമുലേഷനാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഈ പറയുന്ന നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അവസാനം എണീറ്റ് നടക്കാൻ പറ്റാത്ത കോലത്തിലാണ് നിങ്ങളാവുന്നത് അല്ലേ? ഏതാളെയും ശ്രദ്ധിച്ചു നോക്ക്. കാരണം എന്താണ്? മറ്റൊരാളെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതല്ല. അയാളുമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അയാൾക്ക് മാസം 10,000 അയച്ചു കൊടുത്ത് അയാൾ നാളെ എനിക്കും തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ താഴെ വീണാൽ നോക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ ഇപ്പം തന്നെ റെഡിയാക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, കാരണം അവൻ്റെ ഉള്ളിൽ അവൻ നാളെ വീഴുമെന്ന് ഉറപ്പിച്ചിട്ട് അവൻ കാര്യങ്ങൾ ചെയ്യണത്. അപ്പം തന്നെ പോയില്ലേ? മറിച്ച് നമ്മളിപ്പം നമ്മുടെ ബോഡി, കാരണം നമ്മുടെ ബോഡി ഒരു അവസ്ഥയിലായിരിക്കുന്നത്. ആ അവസ്ഥയിൽ അതിൻ്റെ മൂവ്മെൻറ്റ് ഫുള്ളായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെ ഈ ലോകത്തിലുള്ള മുഴുവൻ ശരീരത്തിലിരിക്കുന്ന മനുഷ്യന്മാർക്കും പോസിബിലിറ്റി ഉള്ളൂ. അല്ലാതെ നിങ്ങൾ 10 രൂപ കൊടുത്ത് 10,000 രൂപ കൊടുത്ത് സഹായിക്കുന്നതൊക്കെ വെറും വേസ്റ്റാണ്. കാരണം നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങളൊരു ഇമേജസ് ഉണ്ടാക്കിയിട്ട് സുഖിക്കാൻ നോക്കണം. നടക്കാൻ പോകുന്നില്ല. കാരണം മൈൻഡിന് മാത്രമേ സുഖമുള്ളൂ. ശരീരത്തിനെ സംബന്ധിച്ച് നിങ്ങളെ ശ്രദ്ധിക്കുന്നതാണ് സുഖം. അത് എന്നുള്ള സുഖമാണ്. ആ സുഖം മാത്രമേ നിലനിൽക്കാൻ പോകുന്നുള്ളൂ. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും സഹായം ചെയ്തു കൊടുത്തിട്ട് നിങ്ങളെന്തോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങൾക്ക് പണി കിട്ടും. കാരണം ചിലപ്പോൾ നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുന്ന സഹായമാണെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം അയാൾ ആ സഹായം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യപ്പെടും. പക്ഷെ നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ രണ്ടാമത് ചോദിക്കുമ്പോഴും മൂന്നാമത് ചോദിക്കുമ്പോഴും നിങ്ങളുടെ കയ്യിലുള്ള സംഭവം കൊടുത്ത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഫ്രീ ആവുക. അല്ലാതെ അത് വെച്ചിട്ട് നീ ഈ മാസം ഒരു പ്രാവശ്യം ചോദിച്ചില്ലേ, ഇനി രണ്ടാമത് ചോദിച്ചാൽ എൻ്റെ അടുത്ത് ഉണ്ടാവില്ല, അങ്ങനെ ഒന്നും ആരെയും കൊണ്ടുപോകരുത്. മനസ്സിലായോ? എന്താണോ കയ്യിലുള്ളത് അത് പെട്ടെന്ന് കൊടുത്ത് ഒഴിവാക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓക്കെ, കയ്യിലുള്ളത് ഒഴിവാകുമ്പോൾ നിങ്ങളിങ്ങനെ ഫ്രീ ആയി വരുന്നത് കാണാം. ഇത് കയ്യിലുള്ളത് പിടിച്ചു വെച്ചിട്ട് ഓരോരുത്തർക്ക്, ഇപ്പോൾ വീട്ടിലാണെങ്കിൽ അമ്മയ്ക്ക് ഇത്ര കൊടുക്കുക, അച്ഛന് ഇത്ര കൊടുക്കുക, ഇങ്ങനെ എല്ലാം ലിമിറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ലിമിറ്റഡ് ആവണ്. അങ്ങനെ കൊടുത്ത് വിടുന്നേ, അൺലിമിറ്റഡ് ആയിട്ട് കൊടുത്ത് വിടും. അതായത് സഹായിക്കാൻ വേണ്ടി കൊടുക്കരുത് ഒരിക്കലും. മനസ്സിലായോ? കാരണം നിങ്ങളുടെ ജീവിതം അതായി മാറുന്ന ഭാഗത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്പേസിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. ഭയങ്കര രസമാണ്. നിങ്ങൾ ഫർദർ നിങ്ങൾ കമൻറ്റ് ഇൻട്രാക്ട് ഒക്കെ ചെയ്ത് നമുക്കിതിങ്ങനെ കൊണ്ടുപോവാം. ഭയങ്കര സൂപ്പർ സംഭവമാണ്. ഒന്നും ബാക്കി വെക്കരുത്. മനസ്സിലായോ? ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പം ചെയ്ത് നമ്മളെ ഫ്രീ ആക്കി എടുക്കുക. കാരണം ബാക്കി വെക്കുന്നുണ്ടെങ്കിൽ പിന്നീട് ആ ബന്ധങ്ങൾ തുടരാൻ പോണത് ആ ബാക്കി വെച്ചതിലൂടെയാണ്. അപ്പം ആ ബന്ധത്തിന് ഒരിക്കലും പരിപൂർണത വരാനും പോണില്ല. മറിച്ച് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളിരിക്കുന്ന പൊസിഷൻ അത് മാത്രമേ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുള്ളൂ. അല്ലാതെ അയാളോട് യെസ് പറഞ്ഞാലും ആ ബന്ധം നന്നായിട്ട് മുന്നോട്ട് പോവില്ല, ഇനി നോ പറഞ്ഞാലും നന്നായിട്ട് മുന്നോട്ട് പോവില്ല. കാരണം നമ്മളുമായിട്ടുള്ള ബന്ധം മാത്രമേ നമുക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് യെസ് പറയേണ്ടടുത്ത് പേടിച്ചിട്ട് നോ പറയുകയും നോ പറയേണ്ടടുത്ത് പേടിച്ചിട്ട് യെസ് പറയുകയും ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ദുരന്തം. കാരണം യെസ്സും നോയും അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മറിച്ച് നമ്മളായിരിക്കുന്ന അവസ്ഥ പൂർണ്ണമായിട്ടും നമ്മുടെ അനുഭവത്തിൽ കൊണ്ടുവരുമ്പം അവിടെ നിന്ന് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സിസ്റ്റം ഇറ്റ്സെൽഫ് വെൽറ്റാകും.
നമ്മളായിരിക്കുന്ന അവസ്ഥയാണ് എല്ലാം, നമ്മുടെ പ്രസൻസാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറിച്ച് ബുദ്ധിപൂർവം അതിങ്ങനെയാകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ യെസ് പറഞ്ഞാലും, ബുദ്ധിപൂർവം അതിങ്ങനെ ആകരുതെന്ന് വിചാരിച്ചിട്ട് നോ പറഞ്ഞാലും, രണ്ടിലും നമ്മൾ സഫർ ചെയ്യും. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന അവസ്ഥയെ ക്ലെൻസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പം ആ അവസ്ഥയിലിരിക്കാൻ മാത്രം വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടേക്ക് വന്നോളും. ഒരു സംശയവും വേണ്ട, അതിനൊരു പ്ലാനും ചെയ്യണ്ട. ജീവിച്ചിരിക്കണവൻ്റെ സങ്കല്പത്തിൽ നിന്നുണ്ടായതാണ് സ്വർഗവും നരകവും, ഈ പറയുന്ന എല്ലാ ഗ്രന്ഥങ്ങളും, ഈ കാണുന്നത് മുഴുവൻ. ഓക്കെ, അപ്പം ജീവിച്ചിരിക്കുന്നവനെ സംബന്ധിച്ച് ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ താഴെയാണ്. സ്വർഗവും നരകവും ദൈവവും എല്ലാം. കാരണം ഇതെല്ലാം നിങ്ങളിൽ അപ്ലിക്കബിൾ ആവുന്നത് നിങ്ങൾ ഈ ജീവനെ തിരിച്ചറിയാതെ ചത്തുപോകുമ്പം മാത്രമാണ്. മറിച്ച് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഭാഗത്താണ് നിങ്ങളുടെ ശ്രദ്ധയെങ്കിൽ നിങ്ങൾ ഈ ഉണ്ടാക്കിയവൻ്റെ, അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ആ അവസ്ഥയുടെ പരിപൂർണമായിട്ടുള്ള ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്കതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും മാറ്റം വരുത്തിയിട്ട് നിങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ അനുഭവിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മറിച്ച് ജീവിക്കണ ഭാഗത്തു നിന്ന് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പാടുപെടും. കാരണം അവിടെ സ്വർഗം വരും, നരകം വരും, ദൈവം വരും, നിങ്ങളെ ശിക്ഷിക്കുന്ന ആൾക്കാർ വരും, മുസ്ലിം വരും, ഹിന്ദു വരും, ഭാര്യ വരും, ഭർത്താവ് വരും, എല്ലാം വരും. മറിച്ച് നിങ്ങളുടെ ജീവനാണ് സ്ഥാനപ്പെടുന്നതെങ്കിൽ ഈ പറയുന്ന ഒരു പൊട്ടത്തരങ്ങളും നിങ്ങളെ ബാധിക്കാൻ പോണില്ല. ഭയങ്കര സൂപ്പറാണ്.